അനാഥജീവികൾ. വാഗമരത്തിൻ്റെ ചില്ലയിൽ വന്നിരിക്കാറുള്ള നീണ്ട മനോഹരമായ വാലുകളുള്ള നാഗമോഹൻ പക്ഷിയെ ലൈബ്രറിയിലെ ജനലിലൂടെ കണ്ടു. കറുത്ത് തിളങ്ങുന്ന തലയും വെളുത്ത തൂവലുകളുമുള്ള ഭംഗിയുള്ള പക്ഷി. അതിൻ്റെ ചലനങ്ങൾ കൗതുകമുളവാക്കി. അതെന്നെ തന്നെ നോക്കുന്നതായി തോന്നി. നിഗൂഢമായ വനാന്തരത്തിലാണെന്നും പക്ഷിയായി പുനർജനിച്ചിരിക്കുകയാണെന്നും കാടിന് നടുവിലെ വറ്റിപ്പോയ തടാകത്തെക്കുറിച്ച് മറ്റൊരു ഭാഷയിൽ അത് പറയുന്നതായും തോന്നി. ആ പക്ഷിയിരിക്കുന്ന മരത്തിലെ ഏത് നിമിഷവും വിള്ളലേറ്റ് പിളർന്ന് നിലം പൊത്തിയേക്കാവുന്ന ശിഖരത്തിൻ്റെ ദുർബലമായ നിൽപ്പിനെക്കുറിച്ചും ഞാനും വാചാലയായിക്കൊണ്ടിരുന്നു. ആരോ തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് പോയിടത്തു തന്നെ തിരിച്ചെത്തിയ കടലാസ് വിമാനം പോലെ സ്ഥലകാല ബോധമുണ്ടായത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഹരിസാറായിരുന്നു. എന്താ കുട്ടി, നീ ഈ ലോകത്തൊന്നുമല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാറിനെ കണ്ടപ്പോൾ സന്തോഷമായി. സാർ എപ്പോൾ വന്നു? സുഖമില്ലാതിരിക്കുകയാണെന്നറിഞ്ഞു. എന്തു പറ്റി? ഹേയ്, അത് ഇടയ്ക്കിടയ്ക്കുള്ളതാ. ഇത്തവണ കരളാണ് പണി തന്നിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യമായ കുഴപ്പങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും തലച്ചോറിൻ്റെ അത്രയും കുഴപ്പങ്ങൾ ശരീരത്തിലെ ഒരവയവത്തിനും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ആ മണ്ടന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സാർ ഉറക്കെ ചിരിച്ചു. ക്രൂരമായ ആ തമാശ ഒട്ടും രസിച്ചില്ല. മിണ്ടാതെ നിന്നതേയുള്ളൂ. ലൈബ്രറിയിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ എന്നെയും സാറിനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. മദ്യപിക്കാതെ സാറിനെ ആദ്യമായിട്ടായിരുന്നു അന്ന് കണ്ടത്. ആവശ്യതയുണ്ടായിരുന്നെങ്കിലും മുഖത്തൊരു ചിരി പടർത്തിക്കൊണ്ട് സാറിനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആകാംക്ഷയോടെ സാറിനെ നോക്കി. ബാഗിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് സാർ നീട്ടി. വാങ്ങി തുറന്നു നോക്കിയപ്പോൾ പേനയായിരുന്നു. നീല ഉടലിൽ സ്വർണ്ണമുടിയുള്ള മനോഹരമായ പേന. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ഇത് പുതിയ പേനയൊന്നുമല്ല കുട്ടി, എന്തൊക്കെയോ കുത്തിക്കുറിച്ചു കൊണ്ടിരുന്നതാണ്. ഇനി ഇത് നിനക്കിരിക്കട്ടെ. കയ്യിലിരുന്ന അയ്യപ്പൻ കവിതകൾ മറിച്ചു നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പൻ എൻ്റെ സുഹൃത്താണ്. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട്. ഇനി വരുമ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അയ്യപ്പനോടുള്ള സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്നു. സാറിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. പരിചയപ്പെട്ടിട്ട് ഒരു വർഷത്തോളമായെങ്കിലും പുസ്തകങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിച്ചിരുന്നില്ല. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ചോദിച്ചു. ഉറക്കെ ചിരിച്ചുകൊണ്ട് സാർ പറഞ്ഞു, കുട്ടി, ബഷീർ പറഞ്ഞതുപോലെ പച്ചയായ ജീവിതത്തിൽ ഓരോരുത്തരും ഓരോ അനാഥ ജീവിയാണ്. ഈ ലോകത്തിന് എന്നെയോ എനിക്ക് ഈ ലോകത്തെയോ ആവശ്യമില്ല. മനുഷ്യകാമനകൾക്ക് മുകളിൽ മാത്രം കെട്ടിപ്പടുത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരുണ്ടെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഈ നിമിഷം ഞാൻ നിന്നോടൊപ്പമുണ്ട്. അടുത്ത നിമിഷം നിനക്ക് പകരം മറ്റൊരു മനുഷ്യജീവി. ഞാൻ അവരെയോ അവരെന്നെയോ സ്വാധീനിച്ചെന്ന് വരാം. സാറിൻ്റെ വാക്കുകൾ അത്ഭുതത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. വാക്കുകൾ കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. പതിവിലും കൂടുതലായി സാർ ഒരുപാട് സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് അതിശക്തമായി ചുമയ്ക്കുന്നത് അസ്വസ്ഥമാക്കിയെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. അജ്ഞാതരായ 2 മനുഷ്യർ മാത്രമായിരുന്നു ഞങ്ങൾ. പുസ്തകങ്ങളിലൂടെ മാത്രം ബന്ധിക്കപ്പെട്ടവർ. ആത്മീയദാഹത്തെ ശമിപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമായിരുന്നു കഴിഞ്ഞിരുന്നത്. വായിക്കുന്ന ചില പുസ്തകങ്ങളിൽ ദിവസങ്ങളോളം വീണുകിടന്ന എന്നെ കൈപിടിച്ച് മറ്റൊന്നിലേക്ക് എത്തിക്കുമായിരുന്നു സാർ. സാറുമായുള്ള സൗഹൃദം എന്നിലെ വായനക്കാരിയെയും കവിയെയും നിരന്തരം പുതുക്കിക്കൊണ്ടിരുന്നു. കോളേജ് ജീവിതം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിലെ നിർണായകമായ 3 വർഷങ്ങളായിരുന്നു അത്. അതുവരെ മനുഷ്യരിൽ നിന്ന് ഓടി ഒളിച്ചിരുന്ന എന്നെ മനുഷ്യരിലേക്ക് കുടിയിരുത്തിയത് കോളേജ് കാലമായിരുന്നു. കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴം അനുഭവിച്ചറിഞ്ഞ നാളുകൾ. കൂട്ടുകാരെയും കോളേജും ഹോസ്റ്റലുമൊക്കെ കൈവിട്ട് പോകണമെന്നോർത്തപ്പോൾ നെഞ്ചിൽ വേദന കനത്തു. അക്കലൻ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ കോളേജ് സന്ദർശിക്കുമെന്ന പ്രിൻസിപ്പാളിൻ്റെ അറിയിപ്പ് പ്രകാരം ഓരോ ക്ലാസ് റൂമും അലങ്കരിക്കുന്നതിനായി അതാത് ക്ലാസ്സിലെ അധ്യാപകരെയും കുട്ടികളെയും ഏർപ്പെടുത്തി. രാത്രി സമയങ്ങളിൽ ഹോസ്റ്റലിലുള്ള മുഴുവൻ പെൺകുട്ടികളും അവരവരുടെ ക്ലാസ് മുറികൾ അലങ്കരിക്കാൻ കോളേജിലേക്ക് പോയപ്പോൾ അവർക്കൊപ്പം ഞാനും പോയി. ക്ലാസ്സിൽ അഗുവും വിദ്യയും റോഷനും റൂബിയും ലയാരയും റോബിയും ആൻ്റണിയും സുഭാഷുമൊക്കെ ഉണ്ടായിരുന്നു.
അലങ്കരിക്കാനും പോസ്റ്റ് തയ്യാറാക്കാനുമൊക്കെ ഞാൻ അവർക്കൊപ്പം കൂടി. പാട്ടുപാടിയും കളിതമാശകൾ പറഞ്ഞും ഏറെ നേരം അവർക്കൊപ്പം ചെലവഴിച്ചു. അത്രയും നാൾ പകൽ മാത്രമായിരുന്നു ഞാൻ ക്യാമ്പസ് ആസ്വദിച്ചിരുന്നത്. നിലാവ് വീണ് കിടക്കുന്ന ആ കോളേജ് പരിസരം അതീവ മനോഹരമായിരുന്നു. ക്ലാസ് മുറിക്ക് മുന്നിലെ വാഗമരച്ചോട്ടിൽ ചെന്നിരുന്നു. ചുറ്റും കടുനിറത്തിലുള്ള വാഗപ്പൂക്കൾ പൊഴിഞ്ഞു കിടന്നിരുന്നു. ചില്ലകൾക്കിടയിലൂടെ തെളിഞ്ഞ ആകാശത്തെ നോക്കിയിരുന്നപ്പോൾ ഇവാൻ തുർഗനേവിൻ്റെ പടിവാതിക്കൽ എന്ന നോവലിൽ മസ്ക്വ നദിയുടെ തീരത്ത് കൂറ്റൻ ലൈം മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാനിരുന്ന രണ്ട് സുഹൃത്തുക്കളുടെ ദൃശ്യം ഓർമ്മയിലേക്ക് വന്നു. ഹരിസാർ വായിക്കാനായി തന്ന പുസ്തകമായിരുന്നു അത്. അതൊരു അപൂർണമായ നോവലായിട്ടാണ് തോന്നിയതെങ്കിലും അതിലെ പ്രകൃതി വർണ്ണനകൾ ഏറെ ആകർഷിച്ചിരുന്നു. വാഗമരച്ചോട്ടിൽ മലർന്നു കിടന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കൂടുതൽ തിളക്കമുള്ളതായി തോന്നി. കോളേജിലെ ഓർമ്മകൾ ഓരോന്നോരോന്നായി കടന്നു വന്നുകൊണ്ടിരുന്നു. കൂട്ടുകാർ, അവരുടെ സ്നേഹം, പരിഗണന, കരുതൽ, പുസ്തകങ്ങളുടെ കൂട്ടുകാരനായ ഹരിസാർ, ഞങ്ങൾക്കിടയിലെ വിചിത്രമായ സൗഹൃദം, ഉടഞ്ഞ ചില്ലുകുപ്പി പോലെയുള്ള ജീവിതം പേറിയ അന്ന, വേദനയുടെ മഹാസമുദ്രത്തിൽ ഒറ്റയ്ക്കായ മനു, സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ച സോണി, ഇവരുടെ ഓർമ്മകൾ ചുറ്റി വരിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ വെളിപ്പെടുത്താൻ ഭയപ്പെടുത്തുന്ന മഹാരഹസ്യവും. വാഗമരത്തിൻ്റെ വേരുകളിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ആ സംഭവം ഓർത്തു. ഇതെഴുതുമ്പോഴും അത് ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാലും പറയാതെ വയ്യ. അതും കൂടി ചേരുമ്പോഴേ എന്നെ ഞാനാക്കിയ കാലം പരിപൂർണമാവൂ.